അവയവദാനത്തിനായി വ്യാജരേഖകൾ നിർമ്മിച്ച കേസിൽ പ്രധാന പ്രതിക്കായി അന്വേഷണം ഊർജിതം. അഭിഭാഷക എന്ന ഐഡന്റിറ്റി ഉപയോഗിച്ചാണ് പ്രതികളായ നജീമും ഭാര്യയും തട്ടിപ്പ് നടത്തിയതെന്നാണ് കണ്ടെത്തൽ. വ്യാജരേഖകൾ നിർമ്മിക്കാൻ സഹായിച്ച കുന്നത്തുനാട് സൺ കമ്മ്യൂണിക്കേഷൻസ് ഉടമ സണ്ണി വർഗീസ്, ഭാര്യ സിനി വർഗീസ് ഉൾപ്പെടെ 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. അർജുൻ, ഇന്നലെ വ്യാപകമായ പരിശോധനയാണ് കൊച്ചിയിലുണ്ടായത്. വിവിധ ഫോട്ടോസ്റ്റാറ്റ് കടകളിലടക്കം പോലീസിന്റെ പരിശോധന ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ചിലർ പിടിയിലാകുന്നത്. ഇതിൽ ഇവർ ഈ തട്ടിപ്പ് നടത്തുന്ന രീതി, ആസൂത്രണം ചെയ്യുന്ന രീതി, ഇതൊക്കെ സംബന്ധിച്ച് പോലീസ് എന്താണ് കൂടുതലായി അറിയിക്കുന്നത്? പരിശോധന ഇനിയും തുടരുമോ അർജുൻ? റിജിത്ത് കീർത്തന, ഇതുമായി ബന്ധപ്പെട്ട അവയവദാനത്തിനു വേണ്ടി വ്യാജരേഖകൾ ചമക്കുന്ന ഒരു വലിയ റാക്കറ്റ് സംസ്ഥാന വ്യാപകമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ എറണാകുളം ജില്ലയിൽ തന്നെ വിവിധയിടങ്ങളിൽ ഒരേ സമയം മണിക്കൂറുകളോളം പോലീസ് റെയ്ഡ് നടത്തിയത്. അതായത് സാധാരണ അവയവദാനം നടത്താൻ വേണ്ടി നിരവധി നടപടിക്രമങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഡോണറിന്റെ കാര്യത്തിൽ പല രേഖകളും സമർപ്പിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ രേഖകളൊക്കെ തന്നെ എളുപ്പത്തിൽ ലഭിക്കാൻ വേണ്ടി ഡോക്ടർമാരുടെ ഒപ്പോട് കൂടിയുള്ള ലെറ്റർ പാഡ്, അതോടൊപ്പം തന്നെ MP MLA മാരുടെ ഒപ്പോട് കൂടിയുള്ള ലെറ്റർ പാഡുകൾ, അതോടൊപ്പം തന്നെ ആധാർ കാർഡ് തുടങ്ങി എല്ലാ രേഖകളും വ്യാജമായി ചമക്കുന്നു എന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ എറണാകുളം ജില്ലയിൽ കുന്നത്തുനാട്, അതോടൊപ്പം തന്നെ അമ്പലമേട് തുടങ്ങിയ ഇടങ്ങളിലൊക്കെ തന്നെ ഇത്തരം റെയ്ഡുകൾ നടത്തിയത്. ഈ റെയ്ഡിൽ നിരവധി പ്രധാനപ്പെട്ട രേഖകളും അതോടൊപ്പം തന്നെ ഡിജിറ്റൽ തെളിവുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ പോലീസ് വിശദമായി തന്നെ പരിശോധിച്ചു വരികയാണ്. ഒരു പ്രത്യേക സംഘം ഇതിനായി രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ കൊച്ചിയിലെ ചില സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ ഒപ്പോടുകൂടിയുള്ള സീലുകളടക്കം രേഖകളടക്കം കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഇതിൽ പ്രധാന പ്രതി നജീബാണ് എന്നും പോലീസ് പറയുന്നുണ്ട്. ഈ നജീബിന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. നിലവിൽ കസ്റ്റഡിയിലുള്ള 5 പേരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ശരി, അർജുൻ മട്ടന്നൂർ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. അവയവദാനത്തെ നമ്മൾ മഹാദാനം എന്നാണ് പറയാറുള്ളത്. ഒരു പുണ്യപ്രവൃത്തി എന്ന നിലയിലാണ് നമ്മൾ അതിനെ കാണാറുള്ളത്. പക്ഷേ അതിൻ്റെ മറവിൽ പോലും വലിയ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അതിന് പിന്നിൽ വലിയ മാഫിയകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ഞെട്ടിക്കുന്ന വിവരമാണ്. അതിലേക്ക് കൂടി പോലീസിന്റെ അന്വേഷണം എത്തും എന്ന് നമ്മൾ കരുതുകയാണ്. അർജുൻ മട്ടന്നൂർ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.